ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുറച്ച് ചെടികളുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. ഇതൊരു കംപ്ലീറ്റ് ഒരു ഗാർഡൻ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മുടെ ചാനൽ മാറ്റാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാനൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ പെറ്റൂണിയയുടെ കട്ടിങ്ങിലൊക്കെ വേര് പിടിപ്പിച്ചെടുക്കുക, അതിൻ്റെ കെയറിങ് കാര്യങ്ങളെല്ലാം ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സംശയമുള്ള കാര്യമാണ്, ചെയ്തിട്ട് ഒരുപാട് ശരിയാവാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇതെൻ്റെ ഒരു പെറ്റൂണിയയുടെ ചെടിയാണ് കേട്ടോ. ഈ ഒരു പോട്ടിൽ അതിൻ്റെ മുകൾ വശം ഒന്നും കാണത്തില്ലാത്ത രീതിയിൽ നല്ല സെറ്റായിട്ട് നിൽക്കുന്ന ഒരു പെറ്റൂണിയ ചെടിയാണിത്. നമ്മളിതിങ്ങനെ ആക്കിയെടുത്തേക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഗൂഗിൾ ഇമേജുകളിലെല്ലാം ഈ ഒരു പ്ലാന്റ് കാണുന്നത് ഒരിക്കലും ഭയങ്കര ഹാങ് ചെയ്ത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാം ഇതുപോലെ പോട്ടിൽ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഈ ഒരൊറ്റ ചെടിയാണ് കേട്ടോ. ഇതിങ്ങനെ ശരിക്കും ആക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് വേറെ ഒരെണ്ണം കേട്ടോ. അപ്പോൾ ഇത് ഓരോ പോട്ടിലും ഓരോ പ്ലാന്റ് വെച്ചാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന, അങ്ങനെ തന്നെ പറയാം കേട്ടോ. നമ്മൾ നിർത്തിയേക്കുന്ന ശരിക്കും ഇതിൻ്റെ തലപ്പുകൾ നുള്ളി വിടുക, നമ്മൾ കട്ട് ചെയ്ത് വിടുക കേട്ടോ. അതാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അല്ലാതെ ഉള്ളത് ഇങ്ങനെ ഭയങ്കര ഹാങ് ചെയ്ത് അങ്ങനെ ഇങ്ങ് പോട്ട് നമ്മളിങ്ങനെ ഒരു തലപ്പ് നുള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഫുള്ള് അതിൻ്റെ താഴത്തേക്ക്, നമ്മൾ ആ കട്ട് ചെയ്യുന്നതിൻ്റെ താഴത്തേക്ക് എത്ര മാത്രം ഇലകളുണ്ടോ അതിൻ്റെ എല്ലാം ഗ്യാപ്പിൽ നിന്ന് ഫുള്ളായിട്ട് പുതിയ പുതിയ ബ്രാഞ്ചസ് വരും. അതും കൂടെ വന്നു കഴിയുമ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ. എന്നിട്ട് വീണ്ടും അതങ്ങനെ ഫുള്ളായിട്ട് വരും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുപാട് ഹാങ് ചെയ്ത് പോകാതെ ഒരു ബാസ്ക്കറ്റ് നിറയെ ഒരു കൊട്ടപ്പൂവായിട്ട് ഇരിക്കുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇത്തിരിയൂടെയൊക്കെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ ആ കട്ടിങ് ഒരിക്കലും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ കട്ടിങ് നമുക്ക് റൂട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ചെടിയാക്കി മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യില്ല കേട്ടോ, കാരണം അതെല്ലാത്തിലും മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നീണ്ട് പോകുന്നതിനേക്കാളും ഭംഗി ശരിക്കും ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഹാങ് ചെയ്ത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല, അത് അതിൻ്റേതായ ഇതിൽ അങ്ങ് ഹാങ് ചെയ്ത് അങ്ങനെ ആയിക്കോളും. എങ്കിലും ഇതിങ്ങനെ നിൽക്കുമ്പോൾ കൂടുതൽ പൂക്കൾ ഒരേ ടൈമിൽ കാണും. അതാണ് പ്രത്യേകത. കാരണം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, അതിൽ നിന്നെല്ലാം നമുക്ക് നിറയെ പൂക്കളും ഉണ്ടാകും. ഇതിൽ വിത്തും ഉണ്ടാകും കേട്ടോ. ഇത് നാടൻ ഹൈബ്രിഡ് മിക്സ് ആയിട്ടുള്ള പെറ്റൂണിയാണ്. ഏത് പൂവാണെന്ന് അറിയത്തില്ല, വിരിഞ്ഞ് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. ഇത് നമ്മൾ സീഡ് പാകിക്കുന്നതാണ് കേട്ടോ. ഹാങ്ങിങ് വിങ്കയുടെയും പെറ്റൂണിയുടെയും സീഡുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പാകിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ചകിരിച്ചോറിലാണ് ഞാൻ കൂടുതൽ സീഡുകൾ പാകാറുള്ളത്. അപ്പോൾ നമ്മൾ പതിയെ ഒന്ന് ഒരു ഇറക്കിലേക്കോ ഒരു കമ്പിനോ ഒക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ തൈ നമുക്ക് സുഖമായിട്ട് ഒരു വേര് പോലും പോകാൻ നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കുകയും ചെയ്യാം, നമുക്കത് മാറ്റി നടുകയും ചെയ്യാം. അപ്പോൾ അതാണ് പ്രത്യേകത. ഇത് കമ്പോസ്റ്റ് ചകിരിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുള്ള ഒരു 1-2 എണ്ണം ഉണ്ട്. ഇതെൻ്റെ ഒരു ചെടി വാടിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാനത് കട്ടിങ് ഇതും കമ്പോസ്റ്റ് ചകിരിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെച്ചേക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്തൊന്നുമല്ല കേട്ടോ. സീനിയ ഉണ്ട്, ജമന്തി ഉണ്ട്, എല്ലാം ഉണ്ട്, മാരിഗോൾഡിൻ്റെ തൈ ഉണ്ട്, എല്ലാം ഈ ഒരു ഇത്രയും ഇതിൽ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ തലപ്പൊക്കെ ഇപ്പോൾ ജമന്തിയുടെയൊക്കെ തലപ്പൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കട്ട് ചെയ്തത് അങ്ങ് എടുത്താണ്. ഇത് ഞാനിപ്പോൾ ഇളക്കി കാണിക്കാം കേട്ടോ. കണ്ടോ, പൊതുവേ ചകിരിച്ചോറിൽ വേര് പിടിക്കില്ല എന്ന് പലരും പറയുന്നതും കേട്ടിട്ടുണ്ട്. പെറ്റൂണിയ അങ്ങനെയല്ല. പെറ്റൂണിയ നമ്മൾ ഏത് പോട്ടിംഗ് മിക്സ് ഏത് എന്നുള്ളതിലല്ല കേട്ടോ കാര്യം. നമ്മൾ ആ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമുക്ക് സുഖമായിട്ട് പെറ്റൂണിയ വേര് പിടിപ്പിച്ചെടുക്കാം. ഇതുപോലെയുള്ള ട്രേ മതി കേട്ടോ. ഗ്ലാസ് വേണമെന്നോ ഒന്നുമില്ല. മണ്ണ് വേണമെന്നില്ല. ഞാനിതിപ്പോൾ ചകിരിച്ചോറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത്രമാത്രം വേര വന്നേക്കുന്ന നോക്കി. ഇതിപ്പോൾ നമുക്ക് മാറ്റി നടാൻ പറ്റിയ പാകമായിട്ടുണ്ട് കേട്ടോ. അത്ര നന്നായിട്ട് റൂട്ടുകൾ വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിത് മാറ്റി നടാനായിട്ട് പോട്ടി മിക്സ് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. മണ്ണും നമ്മുടെ ചാണകപ്പൊടിയുണ്ട്, കുറച്ച് ചാണകപ്പൊടി, ഒരു പിടുത്തം ചാണകപ്പൊടി. ഇത് രണ്ടും കൂടെ നമ്മൾ ഒറ്റ പോട്ടിലാണ് കേട്ടോ വെക്കുന്നത്. ഇതവിടെ പോട്ടെടുത്തിട്ടുണ്ട്. മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സാണ് കേട്ടോ. അതായത് നല്ല പൊടിയായിട്ടുള്ള പോലത്തെ മണ്ണാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മണ്ണ് നമുക്കൊന്ന് എടുത്ത് മാറ്റണം. കാരണം നമ്മൾ ഇത് കട്ടിങ് നമ്മൾ ഈ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടല്ലോ, പ്ലാന്റ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് ബാക്കി മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയും ഒരു പോട്ടിലേക്കാണ് നമ്മൾ ഒരു പിടുത്തം ചാണകപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വേറെ മണ്ണിൽ വയ്ക്കാം, മണ്ണിൽ വയ്ക്കാം, സാൻഡിലൊക്കെ നമുക്ക് പെറ്റൂണിയ വയ്ക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ആ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അതാണ് ഏറ്റവും പ്രാധാന്യം. നടന്ന് ചെന്ന് അത്യാവശ്യം ഭയങ്കര കുഴഞ്ഞ് ആ ഒരു രീതിക്ക് നനയ്ക്കരുത് കേട്ടോ. അത്യാവശ്യം ഒരു പാകം രീതിക്ക് മാത്രമേ നനയ്ക്കാവുള്ളൂ. നമ്മളപ്പോൾ ദേ ഒരെണ്ണം എടുത്ത് വെച്ചു. ഇനി അടുത്തതും കൂടെ പയ്യെ ഒന്ന് ഇളക്കിയെടുത്ത് വെക്കേണ്ട. ഫുള്ളായിട്ട് വേരിതിൽ പൊതിഞ്ഞ് കഴിഞ്ഞു. പിന്നെ അതിൽ നിന്ന് അങ്ങനെ ഇളക്കിയാലൊന്നും അങ്ങനെ വേര് അങ്ങനെ ആ പോട്ടി മിക്സ് അതിൽ നിന്ന് ചാടിപ്പോകുമൊന്നുമില്ല കേട്ടോ. പോട്ടി മിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ചകിരിച്ചോറ് അങ്ങനെ പോകുമൊന്നുമില്ല. എന്നിട്ട് ദേ നമ്മൾ ബാക്കി മണ്ണും കൂടെ ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചാൽ മതി. ഇത്രയും വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചത് നമ്മളിതിപ്പോൾ ഇളക്കി എടുക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ. ആ ചകിരിച്ചോറിലേക്ക് ഓൾറെഡി റൂട്ട് പിടിച്ച് തന്ന പെറ്റൂണിയ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചത് അതുകൊണ്ടാണ് ഇളക്കി എടുക്കാൻ എളുപ്പത്തിന്. പിന്നെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കാരണം ഇപ്പോൾ ആ ചകിരിച്ചോറിലുള്ള വെള്ളം ആ ബാക്കി മണ്ണിലേക്ക് അങ്ങ് വലിഞ്ഞ് അതൊന്ന് ബാലൻസ് ആയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ തലപ്പുണ്ടല്ലോ, അത് ഞാനിങ്ങ് കട്ട് ചെയ്യുവാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മളത് വീണ്ടും നട്ട് വയ്ക്കുവാണ്. അപ്പോൾ ഇതിനും നമ്മൾ താഴത്തേക്ക് വെക്കുന്ന 4 ഇലകളുണ്ട്. ആ ഇലകളുടെ എല്ലാ കവളിൽ കൂടെയും നമുക്കിതാ പുതിയ പുതിയ ബ്രാഞ്ചസ് വരും. അപ്പോൾ അതും ഒരു 1-2 തവണ പയ്യെ ഒന്ന് കട്ട് ചെയ്ത് വിടുക, ഒന്ന് ഉള്ളി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പോലത്തെ പെറ്റൂണിയ ചെടി നമുക്കും ആക്കിയെടുക്കാവുന്നതാണ്. ഇതിൽ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അതിൽ ഒരെണ്ണമാണെന്നാണ് ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞത്. ഒരു ചെടിയല്ല കേട്ടോ, അതിൽ 2 ചെടി വീതമുണ്ട് ആ 2 പോട്ടിലും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എന്തായാലും 2 കളറായിരിക്കും കേട്ടോ വിരിയുക. ഇത് ഏത് കളറായാലും സൂപ്പർ തന്നെയാണ്. അപ്പം ഇത് നമ്മളതുപോലെ വെച്ചേക്കുന്നതാണ്. അപ്പം ഇതാ ഇവിടെ ബാക്കി സ്ഥലത്ത് നമുക്ക് കുറച്ച് ചകിരിച്ചോറ് നിറച്ചത് ഓൾറെഡി ട്രേയിൽ ഇരിപ്പുണ്ട്. അതിലേക്ക് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇതാ ഇവിടെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ബൊഗൻവില്ലയുടെ കട്ടിങ്ങുകളാണ് കേട്ടോ. നമ്മൾ റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. പെറ്റൂണിയുടെ കട്ടിങ്ങും ഞാൻ ആ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് റൂട്ട് പിടിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. ഒരു 6 കളറ് ബൊഗൻവില്ലയുടെ കട്ടിങ്ങുകളാണ് കേട്ടോ നമ്മളിതാ റൂട്ട് പിടിപ്പിക്കാൻ വെക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ കമ്പോസ്റ്റ് ചകിരിച്ചോറ് ട്രേയിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ നമ്മൾ കുത്തി കൊടുക്കുക. അത് നനഞ്ഞിരിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ വേറെ നനയ്ക്കാത്തത്. ഇതുപോലെ നമ്മൾ തൊട്ടടുപ്പിച്ചുള്ള ട്രേയിലേക്ക് 2 എണ്ണം ഇതിൽ അടുപ്പിച്ച് കുത്തരുത് കേട്ടോ. പെറ്റൂണിയൊക്കെ ആകുമ്പോൾ അതിങ്ങനെ തളർന്ന് കിടക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തി കൊടുത്ത് നമ്മൾ പിടിപ്പിച്ചതാണ്. ഇപ്പോൾ അതാ റൂട്ട് വന്ന് നമ്മൾ മാറ്റി നട്ടത്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളൊക്കെ ഒരുപാട് കട്ടിങ് ഒരു ടൈം തന്നെ വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വളരെ കുറച്ച് കട്ടിങ്, 1-2 കട്ടിങ് അല്ലെങ്കിൽ മാക്സിമം 2 കട്ടിങ്ങൊക്കെ വെച്ചെന്ന് പരീക്ഷിച്ച് നോക്കുക. വിജയിക്കുവാണെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് തുടരാവുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ചെയ്തിട്ട് പരാജയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടിപ്സ് പറഞ്ഞു തന്നത്. ഇത് നമ്മൾ റോസ് വേര് പിടിപ്പിച്ചാണ് കേട്ടോ. ഇതും നമ്മൾ ഇതുപോലെ ഈ സീഡ് ട്രേയിൽ നമ്മുടെ ചകിരിച്ചോറ് നിറച്ചിട്ട് വേര് പിടിപ്പിച്ചെടുത്താണ് കേട്ടോ. ഇതിൽ റോസയുടെ കമ്പൊക്കെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ തലപ്പുകൾ ആദ്യം വരും, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ റൂട്ട് അതിൽ വരുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടിയൊക്കെ തലപ്പ് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അടിയിൽ റൂട്ട് വന്നിട്ടുണ്ടെന്ന്. ഏറ്റവും നല്ലൊരു പോട്ടി മിക്സ്, നമ്മുടെ റൂട്ട് പിടിപ്പിക്കാൻ നല്ലൊരു പോട്ടി മിക്സ് എന്ന് തന്നെ പറയാം. എല്ലാ ചെടികൾക്കും സീഡ് പാകാനും എല്ലാം ചകിരിച്ചോറ് വാങ്ങുമ്പോൾ ചുമ്മാ ചകിരിച്ചോറല്ല, കമ്പോസ്റ്റ് ചകിരിച്ചോറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് റൂട്ട് പിടിച്ചതാണ്. ഇത്തിരി കൂടിയൊക്കെ ഇന്ന് റൂട്ടൊന്ന് പൊതിഞ്ഞ് കഴിയുമ്പോൾ മണ്ണൊന്ന് പൊതിഞ്ഞ പോലെ റൂട്ടാവില്ലേ, അന്നേരത്തേക്ക് നമുക്കൊരു പോട്ടിലേക്കോ നിലത്തേക്കോ ഒക്കെ ഈ റോസ് നമുക്ക് മാറ്റി നടാം കേട്ടോ. ഇതിപ്പോൾ 2-3 കട്ടിങ് അതിലുണ്ട് കേട്ടോ. അത് അത്രയും നമ്മൾ ഒരുമിച്ച് ആ ട്രേയിൽ വെച്ചാണ്, ഓരോ കളർ അനുസരിച്ച് അങ്ങനെയും വെച്ചാണ് കേട്ടോ 3 കട്ടിങ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത് അതുപോലെ ഉണ്ട്, വേറെ ഒരെണ്ണോടുണ്ട്. ഇത് 3 കളറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെടികളൊക്കെ വേര് പിടിപ്പിച്ച് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ ഈ ഒരു ചാനലും കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കംപ്ലീറ്റ് ഗാർഡൻ അങ്ങനെ ഒരു ചാനലിലേക്ക് താല്പര്യം നമുക്കില്ല. കാരണം ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു ചാനൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. സെയിം പോട്ടി മിക്സിൽ തന്നെ ഞാൻ ഡയാന്തസ് റൂട്ട് പിടിപ്പിക്കാൻ വെച്ചേക്കുന്നതാണ്. ഇത് ഫുള്ള് കേട്ടോ. ഞാൻ ഡയാന്തസ് ഒന്ന് പറിച്ചെടുത്താണ്. ഇത് 3 കളറാണ്. 3 നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ തലപ്പുകളാക്കി നമ്മൾ വെച്ചേക്കുന്നതാണ്.
നല്ല സുഖമായിട്ട് വേര് പിടിക്കും കേട്ടോ. വേര് പിടിച്ച് മാറ്റി നട്ടതാണ് ദാ ഈ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പൂ വരും. പൂ വരുമ്പോൾ ഒന്ന് തലപ്പൊന്ന് നുള്ളി വിട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.